ഹലോ എവരിവൺ, എല്ലാവർക്കും ക്ലവർ ടീച്ചേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 5ാം ക്ലാസ് ഹിന്ദിയിലെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠമായ ടോമി ഓർ മേ മനസ്സിലാക്കാം. ഇതൊരു കഹാനിയാണ്. കഹാനി എന്ന് പറഞ്ഞാൽ കഥ. ഇതൊരു കഥയാണ്. നമുക്ക് ഓരോരോ വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കാം. ടോമി ഓർ മേ, ടോമിയും ഞാനും. മേ എന്ന് പറഞ്ഞാൽ ഞാൻ, ടോമിയും ഞാനും. ഇവിടെ പിക്ചറിലൊരു പെൺകുട്ടിയെ കണ്ടില്ലേ? ഇവളെന്താണ് പറയുന്നത്? മേ നീതു ഹൂം, മേ നീതു ഹൂം. മേ എന്ന് പറഞ്ഞാൽ ഞാൻ, നീതു ഹൂം എന്ന് പറഞ്ഞാൽ ആണ് അല്ലെങ്കിൽ ആകുന്നു. ഞാൻ നീതു ആണ്. മേ നീതു ഹൂം. മേ എന്ന് പറഞ്ഞാൽ ഞാൻ, ഹൂം എന്ന് പറഞ്ഞാൽ ആണ് അല്ലെങ്കിൽ ആകുന്നു. പെൺകുട്ടിക്ക് ഹിന്ദിയിൽ എന്താണ് പറയുക? ലഡ്കി, ലഡ്കി എന്നാണ് പറയുന്നത്. ആൺകുട്ടിക്ക് ലഡ്ക, ലഡ്ക എന്നും പറയുന്നു. പെൺകുട്ടിക്ക് ലഡ്കി, ആൺകുട്ടിക്ക് ലഡ്ക. ഇവളെന്താ പറയുന്നത്? മേ നീതു ഹൂം, ഞാൻ നീതു ആണ്. നിങ്ങളുടെ പേരെന്താണ്? ഇപ്പം മീനു എന്നാണെങ്കിൽ മേരാ നാം മീനു ഹേ എന്ന് പറയാം, അല്ലെങ്കിൽ മേ മീനു ഹൂം എന്ന് പറയാം. ഇനി ആയുഷ് എന്നാണെങ്കിൽ മേ ആയുഷ് ഹൂം, മേരാ നാം ആയുഷ് ഹേ എന്ന് പറയാം. ഇവിടെ പിക്ചറിൽ എന്താണ് കാണുന്നത്? നീതു ഉറങ്ങാൻ കിടക്കുകയാണ് അല്ലേ? പുതപ്പൊക്കെ പൊതിച്ച് ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പോൾ ജനലിന് പുറത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ജനവാതിലിന് പുറത്ത് നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. വ സർദിയോങ്കി രാത്ത് ധീ. വഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്. വഹ് അത്. സർദിയോങ്കി രാത്ത് ധീ. സർദി എന്ന് പറഞ്ഞാൽ തണുപ്പ്. സർദിയോങ്കി രാത്ത് എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലത്തെ ഒരു രാത്രി. രാത്തെന്ന് പറഞ്ഞാൽ രാത്രി. തണുപ്പ് കാലത്തെ രാത്രി ആയിരുന്നു. ധീ എന്ന് പറഞ്ഞാൽ ആയിരുന്നു. വ സർദിയോങ്കി രാത്ത് ധീ. അത് തണുപ്പ് കാലത്തെ രാത്രി ആയിരുന്നു. ശബ്ദം കേട്ടപ്പോൾ നീതു എന്താണ് ചെയ്തത്? ജനവാതിലിനുള്ളിലൂടെ പുറത്തേക്ക്, വെളിയിലേക്ക് നോക്കി. അപ്പോൾ അവൾ എന്താണ് കണ്ടത്? ഈ ലൈറ്റിന് താഴെയായിട്ട് ഇവിടെ ഒരു പട്ടിക്കുഞ്ഞ് അല്ലെങ്കിൽ നായ്ക്കുട്ടി ഇവിടെ ഇരുന്ന് കരയുന്നുണ്ട് അല്ലേ? ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. അതാണ് അവൾ കണ്ടത്. അവൾ എന്ത് ചെയ്തു? തണുപ്പ് കാലമാണ്. അപ്പോൾ അവൾ എന്ത് ചെയ്തു? ഒരു ക്യാപ്പൊക്കെ എടുത്തിട്ടോ, തണുപ്പിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടോ, ടോർച്ച് എടുത്തിട്ട് അതിൻ്റെ അടുത്തേക്ക്, ആ പട്ടിക്കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി. പട്ടിക്കുഞ്ഞിന് ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? പില്ല, പില്ല എന്നാണ് പറയുക. പില്ല എന്നാണ് പറയുക. പട്ടിക്കുഞ്ഞ് അല്ലെങ്കിൽ നായ്ക്കുട്ടി, പില്ല. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? അതിനെ ഒരു ബാസ്ക്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചു. വീട്ടിലേക്ക് കൊണ്ടുവന്നു ബാസ്ക്കറ്റിൽ കിടത്തി. അതിനെന്തോ ഫുഡ്, അതിനെന്തോ കഴിക്കാനായിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നീതു അതിനെ തൻ്റെ ഒപ്പം ഇവിടെ ബാസ്ക്കറ്റിൽ കിടത്തി ഉറക്കി. നീതുവും ഉറങ്ങാൻ കിടന്നു. നീതു എന്താണ് പറയുന്നത്? ഉസേ ചായ് കെ സാത്ത് ബിസ്കുട്ട് ഖാന ബഹുത് പസന്ത് താ. ഉസേ അതിന്, ഉസേ എന്ന് പറഞ്ഞാൽ അതിന്, അതായത് ഈ നായ്ക്കുട്ടിക്ക്. ഉസേ ചായ് കെ സാത്ത്, ചായയുടെ കൂടെ. കെ സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ, ചായയുടെ കൂടെ. ബിസ്കുട്ട് ഖാന, ബിസ്ക്കറ്റ് കഴിക്കാൻ. ഖാന എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥങ്ങളുണ്ട്. ഖാന എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന അർത്ഥവുമുണ്ട്, കഴിക്കുക, ഭക്ഷണം കഴിക്കുക എന്ന അർത്ഥവുമുണ്ട്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബിസ്ക്കറ്റ് കഴിക്കാൻ. ബഹുത് പസന്ത് താ, ബഹുത് അതായത് വളരെയധികം. പസന്ത് താ ഇഷ്ടമായിരുന്നു. പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം. ത ആയിരുന്നു. ആ നായ്ക്കുട്ടിക്ക് ചായയോടൊപ്പം ബിസ്ക്കറ്റ് കഴിക്കാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. ഇതാ ഇവിടെ കണ്ടില്ലേ? വോ ചായ് കെ സാത്ത് ബിസ്കുട്ട് ഖാ രഹാ ഹൈ. പിന്നെ നീതു പറയുകയാണ്, ഓർ മേരെ സാത്ത് ഖേൽന. ഓർ അതുകൂടാതെ, മേരെ സാത്ത് എൻ്റെ കൂടെ. മേരെ സാത്ത്, മേരെ എന്ന് പറഞ്ഞാൽ എൻ്റെ, മേരെ സാത്ത് എൻ്റെ കൂടെ. ഖേൽന കളിക്കുക. എൻ്റെ കൂടെ കളിക്കാൻ ഇഷ്ടമാണെന്ന് പറയുകയാണ് ഈ നായ്ക്കുട്ടിക്ക്. നീതുവിൻ്റെ കൂടെ കളിക്കാനും ഇഷ്ടമാണ്. ഖേൽന എന്ന് പറഞ്ഞാൽ കളിക്കുക. പിന്നെന്താണ് നായ്ക്കുട്ടിക്ക് ഇഷ്ടം?
പങ്കേക്കെ നീച്ചെ സോന. പങ്കെ, പങ്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാൻ. പങ്ക എന്ന് പറഞ്ഞാൽ ഫാൻ. ഫാൻ്റെ താഴെ. നീച്ച എന്ന് പറഞ്ഞാൽ താഴെ, അടിയിൽ. ഫാൻ്റെ അടിയിൽ ഉറങ്ങാനും ഇഷ്ടമാണ്. ഫാൻ്റെ താഴെയായിട്ട് ഉറങ്ങാനും ഈ പട്ടിക്കുഞ്ഞിന് ഇഷ്ടമാണ്. ഓർ കിതാബ് പഠന. കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം, പഠന വായിക്കുക. പഠന എന്ന് പറഞ്ഞാൽ വായിക്കുക എന്ന അർത്ഥവുമുണ്ട്, പഠിക്കുക എന്ന അർത്ഥവുമുണ്ട്. കിതാബ് പഠന, പുസ്തകം വായിക്കാനും ഇഷ്ടമാണ്. ഇവിടെ ഇതെന്താ ചെയ്യുന്നത്? പുസ്തകം വായിക്കുകയാണോ ചെയ്യുന്നത്? ഈ പപ്പി എന്താ ചെയ്യുന്നത്? പുസ്തകം കടിച്ച് കീറിക്കളയുകയാണ് ചെയ്തത്. ഇവിടെ നീതു സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പപ്പിയോട്, ഈ നായക്കുട്ടിയോട് ടാറ്റയൊക്കെ പറഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഉസേ മേരാ ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താ താ. ഉസേ എന്ന് പറഞ്ഞാൽ അതിന്, മേരാ ബാഹർ ജാന ഞാൻ വെളിയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് പോകുന്നത്. ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത്. ഉസേ എന്ന് പറയുന്നത് ഈ പട്ടിക്കുഞ്ഞിനെ കൊണ്ടാണ്. ആ പട്ടിക്കുഞ്ഞിന് ഞാൻ പുറത്തേക്ക് പോകുന്നത് ബിൽക്കുൽ, അതായത് തീരെ അല്ലെങ്കിൽ ഒട്ടും തന്നെ, അച്ഛാ നഹി ലഗ്താ താ ഇഷ്ടമല്ലായിരുന്നു. ബാഹർ ജാന എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോവുക അല്ലെങ്കിൽ വെളിയിലേക്ക് പോവുക. ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ തീരെ അല്ലെങ്കിൽ ഒട്ടും തന്നെ. അച്ഛാ നഹി ലഗ്താ താ എന്ന് പറഞ്ഞാൽ ഇഷ്ടമായിരുന്നില്ല. ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത് ഖുഷ് രഹത്തെ. പിന്നീട് നീതു പറയുകയാണ്, ഹം ഞങ്ങൾ, ജബ് സാത്ത് ഹോത്തെ, ജബ് എപ്പോഴാണോ, സാത്ത് ഹോത്തെ ഒരുമിച്ചായിരിക്കുന്നത്, ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ, ബഹുത് ഖുഷ് രഹത്തെ വളരെ സന്തോഷമായിരിക്കുന്നു. ബഹുത്ത് എന്ന് പറഞ്ഞാൽ വളരെ, ഖുഷ് എന്ന് പറഞ്ഞാൽ സന്തോഷം, വളരെ സന്തോഷമായി ഇരിക്കുന്നു. അതായത് ഞങ്ങൾ ഒരുമിച്ച് വളരെ സന്തുഷ്ടരാണ്. നമുക്കൊരിക്കൽ കൂടെ വായിച്ചു നോക്കാം. ടോമി ഓർ മേ, ടോമിയും ഞാനും. ആരാണ് എഴുതിയത്? പ്രോയ്തി റോയ്. മേ നീതു ഹൂം, ഞാൻ നീതു ആണ്. വഹ് സർദിയോं की रात थी, അത് തണുപ്പ് കാലത്തെ രാത്രി ആയിരുന്നു. ഉസേ ചായ് കെ സാത്ത് ബിസ്കുട്ട് ഖാന ബഹുത് പസന്ദ് ഥാ, അതിന് ചായയോടൊപ്പം ബിസ്ക്കറ്റ് കഴിക്കാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. ഓർ മേരെ സാത്ത് ഖേൽന, അതുകൂടാതെ എൻ്റെ കൂടെ കളിക്കാനും. പങ്കേക്കെ നീച്ചെ സോന, ഫാനിന് താഴെയായിട്ട്, ഫാനിൻ്റെ അടിയിലായിട്ട് ഉറങ്ങാനും. ഓർ കിതാബ് പഠന, പുസ്തകം വായിക്കാനും. ഉസേ മേരാ ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താ താ, അതിന് ഞാൻ പുറത്തേക്ക് പോകുന്നത് തീരെ ഇഷ്ടമായിരുന്നില്ല, ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത് ഖുഷ് രഹത്തെ, ഞങ്ങൾ എപ്പോഴാണ് ഒരുമിച്ചായിരിക്കുന്നത് അപ്പോൾ വളരെയധികം സന്തോഷത്തിലിരിക്കുന്നു, സന്തുഷ്ടരായി ഇരിക്കുന്നു. അപ്പോൾ കുട്ടികളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.